അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം ഏറെ കാത്തിരുന്ന പുണ്യ റമദാൻ നമ്മളിലേക്ക് സമാഗതമായല്ലോ. ഈ മാസത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 കാര്യങ്ങൾ നമ്മളോട് അധികരിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില സമയങ്ങളിൽ, അതല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ, അതല്ലെങ്കിൽ ചില മാസങ്ങളിൽ എന്തെങ്കിലും കാര്യം കൂടുതലായി ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസികളായ നമ്മൾ ആ വിഷയത്തിനാണ് കൂടുതൽ പരിഗണന നൽകേണ്ടത്. ചിലപ്പോൾ ഇതിനേക്കാൾ പുണ്യകരമായ കാര്യങ്ങൾ വേറെ ഉണ്ടാവാം. പക്ഷേ ചില സമയങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് കൂടുതലാക്കാൻ നിർദ്ദേശിച്ച കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യത്തിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. പുണ്യ റമദാനിൽ അധികരിപ്പിക്കാൻ നമ്മളോട് നിർദ്ദേശിച്ച 4 കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. പുണ്യ റമദാനിന്റെ ആഗമനവുമായി ബന്ധപ്പെട്ട് ശഅബാനിന്റെ അവസാന ദിവസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിനോട് നടത്തിയ പ്രഭാഷണത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറയുകയാണ്: ഫസ്തക്ഫിറൂ ഫീഹി മിൻ അർബഇ ഖിസാലിൻ. പുണ്യമാക്കപ്പെട്ട ഈ മാസത്തിൽ നിങ്ങൾ 4 കാര്യങ്ങൾ അധികരിപ്പിക്കുക. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു: ഹസ്രത്തൈനി തുർലൂന ബിഹിമാ റബ്ബക്കും. അതിൽ 2 കാര്യങ്ങൾ, അത് നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ സാധിക്കും. വഹസ്ലത്തൈനി ലാ ഗിനാ ബിക്കും അൻഹുമാ. 2 കാര്യങ്ങളാണെങ്കിലോ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ആ വിഷയം നേടിയെടുക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായതാണ്. അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിക്കുകയാണ്. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു: ഫഅമ്മൽ ഖസ്ലത്താനി ലത്താനി തുർലൂന ബിഹിമാ റബ്ബക്കും. രക്ഷിതാവായ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന 2 കാര്യങ്ങൾ, അത് ഫശഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്ന് സാക്ഷ്യപ്പെടുത്തലാണ്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനെ അധികരിപ്പിക്കുക. അദ്കാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. മുത്തുനബിക്ക് മുമ്പുള്ള മുഴുവൻ പ്രവാചകന്മാരും ചൊല്ലിയ ഒരു ദിക്റാണിത്. മാത്രമല്ല, നാളെ അള്ളാഹു നമ്മുടെ നന്മ തിന്മകൾ അവന്റെ നീതിയുടെ തുലാസിലിട്ട് തൂക്കുമ്പോ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്നത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാം ചൊല്ലിയ ആ ദിക്റിന്റെ പ്രതിഫലത്തിനാണ്. അപ്പോ അടിമയായ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അധികരിപ്പിക്കും തോറും യജമാനനായ, ഉടമസ്ഥനായ അള്ളാഹുവിന് നമ്മളോട് വലിയ തൃപ്തിയായിരിക്കും. പിന്നെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് വതസ്തഗ്ഫിറൂനഹു. അള്ളാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക, ധാരാളമായി പൊറുക്കലിനെ തേടുക. ഒരു അടിമയോട് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകുന്ന, സ്നേഹമുണ്ടാകുന്ന, തൃപ്തി ഉണ്ടാകുന്ന സന്ദർഭം തെറ്റ് ചെയ്ത അടിമ അത് പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെടുമ്പോഴാണെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോ റമദാനാണെങ്കിലോ പാപങ്ങളെ കരിച്ചു കളയുന്ന പാപമോചനത്തിന്റെ മാസം കൂടെയാണല്ലോ പുണ്യ റമദാൻ. ആ റമദാനിൽ ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തുക. അതിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 കാര്യങ്ങൾ: അമ്മൽ ഖസ്റത്താനി ലത്താനി
ലാ ഗിനാ ബിക്കും അൻഹുമാ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളായി അള്ളാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയത് തസ്അലൂനല്ലാഹൽ ജന്ന വതഊദൂന ബിഹി മിനന്നാർ. അള്ളാഹുവിനോട് സ്വർഗം ലഭിക്കാൻ വേണ്ടി ധാരാളമായി ചോദിക്കുക, സ്വർഗപ്രവേശനത്തിനുള്ള സൗഭാഗ്യത്തിന് വേണ്ടി ധാരാളമായി അള്ളാഹുവിനോട് ചോദിക്കുക. അതുപോലെ തന്നെ നമുക്കൊന്നും സഹിക്കാനും താങ്ങാനും കഴിയാത്ത ഒട്ടനവധി അദാബുകളെ കൊണ്ട് നിറക്കപ്പെട്ട നരകത്തെ തൊട്ട് കാവൽ തേടുകയും ചെയ്യുക. ഈ 4 കാര്യങ്ങൾ അധികരിപ്പിക്കാനാണ് ഈ പുണ്യമാസത്തിൽ അള്ളാഹുവിന്റെ റസൂല് നമ്മളോട് നിർദ്ദേശിച്ചത്. ഈ 4 കാര്യവും ഉൾക്കൊണ്ട ഒരു ദിക്റാണ് റമദാനിന്റെ തുടക്കം മുതൽ അവസാനം വരെ നാം ചൊല്ലുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഈ ദിക്റിൽ ഈ 4 ഉൾപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അകത്ത് തഹ്ലീലുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്, സ്വർഗത്തെ ചോദിക്കലുണ്ട്, നരകത്തെ തൊട്ട് കാവൽ തേടലുമുണ്ട്. അതുകൊണ്ട് ഈ പുണ്യ റമദാനിന്റെ രാപ്പകലുകളിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്ന ഈ ദിക്ർ നമ്മൾ ധാരാളമായി അധികരിപ്പിക്കുക. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.